ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. 2024 നടന്ന UPSCയുടെ പ്രിലിമിനറിയുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സോ ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു 3 മാസം മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സോളിസ്റ്റിസും ഇക്വിനോക്സുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞായിരുന്നു, ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 2024 നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. ഓൺ ജൂൺ 21 ഓഫ് എവറി ഇയർ വിച്ച് ഓഫ് ദ ഫോളോവിങ് ലാറ്റിറ്റ്യൂഡ്സ് എക്സ്പീരിയൻസ് എ സൺലൈറ്റ് ഓഫ് മോർ ദാൻ 12 hours? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ജൂൺ മാസം 21-ാം തീയതി താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ലാറ്റിറ്റ്യൂഡുകളിലാണ് 12 മണിക്കൂറിലധികം പകൽ അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ജൂൺ മാസം 21-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? ആ ദിനമാണ് സമ്മർ സോളിസ്റ്റിസ്. സമ്മർ സോളിസ്റ്റിസ് എന്നാൽ നമ്മുടെ ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ചെരിവ് ഈ സമയം സൂര്യനിലേക്ക്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റഡ് ടുവേഴ്സ് ദ സൺ ആയിരിക്കും. അതുമാത്രവുമല്ല, സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുന്ന ദിവസം ജൂൺ മാസത്തിൽ 21-ാം തീയതിയുടെ പ്രത്യേകത, സൂര്യപ്രകാശം നേരെ വന്ന് ലംബമായിട്ട് പതിക്കുന്നുള്ളത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഈ തന്നിട്ടുള്ള ലാറ്റിറ്റ്യൂഡുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഏതൊക്കെ 2 ലാറ്റിറ്റ്യൂഡുകളാണ് ഇതിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത്? ഒന്നാമതായിട്ട് വരുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറും രണ്ടാമതായിട്ട് വരുന്നത് ആർട്ടിക് സർക്കിളും. ആർട്ടിക് സർക്കിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സമ്മർ സോളിസ്റ്റിസിൻ്റെ സമയത്ത് ആർട്ടിക് സർക്കിളിൽ വരുന്ന പ്രദേശങ്ങളിൽ 24 മണിക്കൂറും പകലായിരിക്കും അനുഭവപ്പെടുക. അതിന് കാരണം സൂര്യൻ ഹൊറൈസണിന് താഴേലേക്ക് പോകില്ല. സൂര്യൻ എപ്പോഴും കാണപ്പെടുന്നത് ഹൊറൈസണിന് മുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക് സർക്കിളിൽ ഈ ഒരു സമയത്ത് 24 hours പകലായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോരുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. 2 and 4 ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും ആർട്ടിക് സർക്കിളിലുമാണ് 12 മണിക്കൂറിലധികം പകൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം റെഡ് സീനെ അടിസ്ഥാനമാക്കിയാണ്. റെഡ് സീനെ അടിസ്ഥാനമാക്കി നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ UPSCക്ക് റെഡ് സീ വന്നത് റാൻഡമായിട്ട് വന്നതല്ല, അതൊരു കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടയിലായിട്ട് ഹൂതീസിൻ്റെ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ബാബലൻ മന്ദീപിലും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഏദനും പിന്നെ റെഡ് സീയിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു കറണ്ട് അഫയേഴ്സിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ റെഡ് സീ റിസീവ്സ് വെരി ലിറ്റിൽ പെർസിപ്പിറ്റേഷൻ ഇൻ എനി ഫോം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം നമ്മുടെ റെഡ് സീ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോണിലാണ്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, അതിൻ്റെ പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും 30 മുതൽ 35 ഡിഗ്രി നോർത്തും സൗത്തുമുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പ്രത്യേകതയാണ്, ഈ ഒരു ഭാഗത്ത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ പെർസിപ്പിറ്റേഷൻ കാണുകയുള്ളൂ. അതുമാത്രവുമല്ല, റെഡ് സീയുടെ പ്രത്യേകത എന്നാൽ റെഡ് സീ ഇരിക്കുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടാണ്. അപ്പോൾ ലാൻഡ് ലോക്ക്ഡ് ആയതുകൊണ്ടുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഈ പറയുന്നത് പോലെ ഈ റെഡ് സീയിലേക്ക് വീശുന്ന കാറ്റുകളുടെ പ്രത്യേകത അത് വളരെ ഡ്രൈ ആയിട്ടുള്ള കാറ്റുകളായിരിക്കും. കാരണം അത് കരയിൽ നിന്ന് വീശുന്ന കാറ്റുകളാണ് റെഡ് സീയിലേക്ക് പോകുന്നത്. അപ്പോൾ കരയിൽ നിന്നും വീശുന്ന കാറ്റുകളായതുകൊണ്ട് അതിനുള്ളിൽ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ റെഡ് സീയിൽ വളരെ ലിറ്റിലായിട്ടുള്ള പെർസിപ്പിറ്റേഷനെ ആ ഒരു ഭാഗത്ത് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നോ വാട്ടർ എൻറ്റേഴ്സ് ദ റെഡ് സീ ഫ്രം റിവേഴ്സ്, അതായത് നദികളിൽ നിന്നും ജലം നമ്മുടെ റെഡ് സീയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമുണ്ടല്ലോ, റെഡ് സീ, മെഡിറ്ററേനിയൻ സീ, അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത, ഈ ഒരു ഭാഗങ്ങളിലെ നദികളെല്ലാം ചെന്ന് പതിക്കുന്നത് മെഡിറ്ററേനിയൻ സീയിലേക്കാണ്. നമ്മുടെ റെഡ് സീയിലേക്ക് അങ്ങനെ അധികം എന്നല്ല, നമ്മുടെ റെഡ് സീയിലേക്ക് നദികളൊന്നും ചെന്ന് പതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് സീയുടെ സാലിനിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ കൂടുതലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോരുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് വരും? ബോത്ത് 1 and 2. നമ്മുടെ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു വാട്ടർ വേപ്പർ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്?
നമുക്ക് വാട്ടർ വേപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇറ്റ് ഈസ് എ ഗ്യാസ്. ശരിയാണോ? ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ഫോമിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ദ എമൗണ്ട് ഓഫ് വിച്ച് ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഒന്നാമതായിട്ട് ടെമ്പറേച്ചറും രണ്ടാമതായിട്ട് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുക സർഫസിനോട് ചേർന്നിട്ടാണ്. നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറഞ്ഞു വരും. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറയുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറയും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ശരിയാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോരാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത് ഇറ്റ്സ് പെർസെൻറ്റേജ് ഇസ് മാക്സിമം അറ്റ് ദ പോൾസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പോൾസിലേക്ക് പോവുകയാണെങ്കിൽ അനേകം ജലത്തിൻ്റെ സോഴ്സ് അവിടെയുണ്ട്. ഇപ്പോൾ ഗ്ലേഷ്യേഴ്സ് ആയിട്ടായിരിക്കാം. അപ്പോൾ ആ രീതിയിൽ അനേകം ജലത്തിൻ്റെ സോഴ്സ് അവിടെയുണ്ട്. പക്ഷേ വാട്ടർ വേപ്പറിൻ്റെ കഥ അങ്ങനെയാണോ? അല്ല. കാരണം നമ്മുടെ വാട്ടർ വേപ്പർ ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് പോകുന്തോറും വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറഞ്ഞു വരും. അതിന് കാരണം എന്താണ്? നമ്മുടെ ഇക്വേറ്ററിൽ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇവാപ്പറേഷനും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ വേപ്പറിൻ്റെ അളവും വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ പോൾസിലേക്ക് പോരുന്ന സമയത്ത് സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറയുന്നു, താപനില കുറയുന്നു, സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് ഇവാപ്പറേഷനും കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോരുകയാണെങ്കിൽ ഓപ്ഷൻ എ 1 ഒൺലിയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഏത് തരത്തിലുള്ള ക്ലൈമറ്റാണ് എന്ന് തിരിച്ചറിയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ആനുവൽ ആൻഡ് ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ലോ. അതായത് ഒരു വർഷത്തിൽ അനുഭവപ്പെടുന്ന താപനിലയിലും കൂടാതെ പകലും രാത്രിയിലും അനുഭവപ്പെടുന്ന താപനിലയിലുമുള്ള വ്യത്യാസം കുറവായിരിക്കും. അതായത് അവിടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള താപനിലയായിരിക്കും അനുഭവപ്പെടുക. കൺസിസ്റ്റൻ്റ് ടെമ്പറേച്ചർ അനുഭവപ്പെടണമെങ്കിൽ ആ ഒരു പ്രദേശം മരിടൈം എയർ മാസിൻ്റെ പ്രസൻസിലുള്ള ഒരു റീജിയൻ ആയിരിക്കണം. ചുരുക്കത്തിൽ ആ പ്രദേശത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കണം. കാരണം വാട്ടർ വേപ്പേഴ്സിന് ഹീറ്റിനെ റിട്ടീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ താപനിലയിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസിനെ ആ ഒരു പ്രദേശത്തുണ്ടായിരിക്കുള്ളൂ. സോ നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മരിടൈം എയർ മാസിൻ്റെ പ്രസൻസ് നമുക്ക് വലിയ രീതിയിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. പെർസിപ്പിറ്റേഷൻ ഒക്വേഴ്സ് ത്രൂ ഔട്ട് ദി ഇയർ. അതായത് വർഷം മുഴുവൻ പെർസിപ്പിറ്റേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതും എന്തിൻ്റെ പ്രത്യേകതയാണ്? മരിടൈം എയർ മാസിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശമാണ് എന്നുള്ള സൂചനയാണ്. നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിയാണ്, നമുക്ക് വർഷം മുഴുവൻ ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് പെർസിപ്പിറ്റേഷൻ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ്ലി റെയിൻഫോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആണ് എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കും. ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത് 11ാം ക്ലാസ്സിലെ NCERTയുടെ 12ാമത്തെ ചാപ്റ്ററിൽ നിന്നും നേരിട്ടെടുത്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? പെർസിപ്പിറ്റേഷൻ വേരീസ് ബിറ്റ്വീൻ 50 സെൻറ്റിമീറ്റർ ആൻഡ് 250 സെൻറ്റിമീറ്റർ. നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൽ പെർസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം 200 സെൻറ്റിമീറ്റർ മുതൽ ചിലപ്പോൾ അത് 300, 400, 500, 600 ചിലപ്പോൾ അതിനും മുകളിലേക്ക് പെർസിപ്പിറ്റേഷൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ഇതിൻ്റെ ഉത്തരം വരിക? ഈ ക്ലൈമറ്റ് അറിയപ്പെടുന്ന പേരാണ് മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് വേറെ പേരും അറിയപ്പെടാറുണ്ട്, ഓഷ്യാനിക് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹ്യൂമിഡ് വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ഒരു ചോദ്യം എടുത്തത് ഞാൻ പറഞ്ഞല്ലോ നേരെ NCERTയുടെ ജോഗ്രഫിയിൽ നിന്നും 12ാമത്തെ ചാപ്റ്റർ 11ാം ക്ലാസ്സിലെ NCERTയുടെ ജോഗ്രഫിയിൽ നിന്നും 12ാമത്തെ ചാപ്റ്ററിൽ നിന്നും നേരിട്ട് അതുപോലെ തന്നെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, ഇനി നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിത്ത് റെഫറൻസ് ടു കൊറിയോലിസ് ഫോഴ്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്. കൊറിയോലിസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ അനലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുമുമ്പ് എന്താണ് ഈ കൊറിയോലിസ് ഫോഴ്സ്?
ഭൂമിയുടെ കറക്കം കാരണം രൂപപ്പെടുന്ന അപ്പരൻറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ കൊറിയോലിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡുകളെ ടുവേർഡ്സ് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിൽ വിൻഡുകളെ ടുവേർഡ്സ് ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യും. കൂടാതെ ഈ ഒരു കാറ്റിൻ്റെ വേഗത കൂടുന്നതനുസരിച്ച് വിൻഡുകളുടെ ഡിഫ്ലക്ഷനും കൂടും. അപ്പോൾ ഇനി നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വിൻഡ് വെലോസിറ്റി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ഇറ്റ് ഈസ് മാക്സിമം അറ്റ് ദ പോൾസ് ആൻഡ് ഈസ് ആബ്സെൻറ്റ് അറ്റ് ദി ഇക്വേറ്റർ. നമ്മുടെ ഈ കൊറിയോലിക് ഫോഴ്സിൻ്റെ പ്രത്യേകത, കൊറിയോലിക് ഫോഴ്സ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ പോളുകളിലാണ്, നമ്മുടെ ധ്രുവങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊറിയോലിക് ഫോഴ്സ് 0 ആയിട്ടുള്ളത്, 0 നമ്മുടെ ഇക്വേറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോരുവാണെങ്കിൽ ബോത്ത് 1 and 2, നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ബോത്ത് 1 and 2 ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 ക്വസ്റ്റ്യൻ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം, പഠിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, താങ്ക് യു.